ഹായ്. ഇന്നത്തെ പരിപാടി വീട്ടിലൊരു ചടങ്ങ് നടക്കാൻ പോവുകയാണ് കേട്ടോ. ഞായറാഴ്ച നമ്മളെ കുഞ്ഞുവാവേൻ്റെ പേരിടലാണ്. അപ്പോൾ മുറ്റത്തിൻ്റെ താഴെയുള്ള ഭാഗത്തിന് നമ്മൾ വളപ്പ് എന്ന് പറയും. അപ്പോൾ ആ വളപ്പ് വൃത്തിയാക്കുന്ന പരിപാടിയാണിന്ന്. ഇന്നലെ മുതലേ അമ്മ തുടങ്ങിയതാ. ഒന്ന് അവിടെയെല്ലാം അടിച്ച് വൃത്തിയാക്കി, വിളക്ക് കഴുകി വെക്കണം, കിണ്ടി കഴുകി വെക്കണം, അരി എടുക്കുന്ന നാഴി കഴുകണം, എല്ലാം തേച്ച് കഴുകി വെക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ രാവിലെ തന്നെ എൻ്റെ പരിപാടി ഇതൊക്കെ ആയിരുന്നു. നമ്മളെ മുറ്റത്തിൻ്റെ താഴെയായിട്ടാണ് കോഴിക്കോടും മിഷ്യമ്പുരയൊക്കെ ഉള്ളത്. അതിൻ്റെ ചുറ്റിലുമാണ് ഈ വൃത്തിയാക്കാനുള്ളത്. അങ്ങനെ കോഴിക്കുട്ടന്മാരെയൊക്കെ ഇറക്കി വിട്ടു. ഞാൻ അടിച്ചു വാരിക്കുട്ടിയ ചവറൊക്കെ കത്തിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കത്തിക്കാനുള്ള എൻ്റെ ഓരോ ശ്രമവും പാളിക്കൊണ്ടിരിക്കുകയാണ്. തീപ്പെട്ടിക്കൊള്ളി ഏകദേശം പകുതിയായപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നടക്കൂലെന്ന്. ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയിരിക്കും. ഇത് രാവിലെ തന്നെ ആയതുകൊണ്ട് ചെറിയ നനവുള്ളത് കൊണ്ടോ മറ്റോ കത്തുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പോയിട്ട് ഓലക്കണ്ണി എടുത്തിട്ട് വന്നു. ഇതാണ് ഓലക്കണ്ണി. ആ വഴി പോയപ്പോൾ കുറേ ആയല്ലോ കണ്ടിട്ട് എന്നുള്ള ഭാവത്തിൽ ആടുകളൊക്കെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓലക്കണ്ണി തീ പിടിപ്പിച്ചിട്ട് ചവറ് കത്തിച്ചു. ഇന്നല്ല എന്നോടാ കളി. അങ്ങനെ ആ പണിയും കംപ്ലീറ്റഡ് എന്ന ആശ്വാസത്തിൽ ഞാനിങ്ങനെ മേലോട്ട് കയറി വരുമ്പോഴാണ് നമ്മളെ പശുവിന് കൊടുക്കാൻ വെച്ച തീറ്റ കോഴിയെല്ലാം കൂടി കൊത്തി തിന്നുന്നു. അങ്ങനെ കാലും കൈയൊക്കെ കഴുകാൻ പൈപ്പിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് തീ കത്തിച്ചിട്ട് വന്നത്. എന്താ പറയുക, ഒന്നെങ്കിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന് പറഞ്ഞ പോലെ വല്ലാണ്ട് ആളി അങ്ങ് കത്താൻ തുടങ്ങി. അതിൻ്റെ അടുത്ത് കെട്ടിയൊരു ടാർപ്പായൊക്കെ ഉരുകിപ്പോയി. അത് വെള്ളമൊക്കെ ഒഴിച്ച് കെടുത്തി ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. അങ്ങനെ ഷോപ്പിലെത്തി ഉരുളിയൊക്കെ സെറ്റ് ചെയ്തു, വിളക്കൊക്കെ വെച്ച് ഇരിക്കുമ്പോഴാണ് ഉഷേച്ചീൻ്റെ വരവ്. ഞാൻ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ആൾ നേരെ അപ്പുറത്ത് പോയി പ്രീദേശീൻ്റെ അടുത്ത്. ആളിങ്ങനെ ഫ്രീ ആകുമ്പോൾ ഇടയ്ക്ക് മുകളിലോട്ട് കയറി വരും. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കത്തി വെക്കും. വൈകുന്നേരം വീട്ടിലോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വരവ്. ഞാൻ അങ്ങോട്ടേക്കാണെന്ന് അറിഞ്ഞതുകൊണ്ട് കയറിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വണ്ടിയിൽ കയറി വീട്ടിലെത്തി.